friends, welcome to Commerce Bytes. Today we are going to start a new grand series of question paper discussion which was held on 29th September 2019. Last time I had a question paper discussion series from the question paper which was held on 10th January 2021. So കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. It is going to definitely help you guys. സോ ഇതിൽ എനിക്ക് ഒരു ഹ്യൂജ് റെസ്പോൺസ് കിട്ടിയതുകൊണ്ടാണ് ഐ ആം സ്റ്റാർട്ടിങ് എ ന്യൂ സീരീസ്. Moving to our first question, according to Buddhist philosophy, the chief aim of education is, options are to achieve the abilities to learn content, option B to develop the intellectual potential, option C to draw out the best in the individual, and option D to achieve the ultimate wisdom. Here the answer will be option D, that is to achieve the ultimate aim. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബുദ്ധിസം, ജൈനിസം അങ്ങനെയുള്ള കുറച്ച് ഫിലോസഫീസ് ഇല്ലേ, അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദ ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ്ലി ആസ്കിങ് ഫ്രം ദോസ് ടോപ്പിക്സ്. അണ്ടർസ്റ്റുഡ്? സോ ബുദ്ധിസത്തിൻ്റെ കുറച്ച് മെയിനായിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ കവർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് ബി കെയർഫുൾ. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിരുന്നു. അതിൽ ചൂസ് ദ ബെസ്റ്റ്. നമുക്ക് എല്ലാം കുറച്ച് ഓക്കെ, എല്ലാം കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ചൂസ് ദ കറക്റ്റ് വേർഡ് അല്ലെങ്കിൽ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, അതാണ് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടതും. ഒരു ബുദ്ധിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ഒരു ഗോൾ എന്ന് പറയുന്നത് അറ്റൈൻ വിസ്ഡം എന്നാണ്. നമ്മൾ വിസ്ഡം അറ്റൈൻ ചെയ്യുക എന്നതാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ഗോൾ. സോ ബുദ്ധ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അച്ചീവ് ദിസ് അൾട്ടിമേറ്റ് വിസ്ഡം. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ ബുക്ക് ദാറ്റ് ദ ഗോൾ ഓഫ് ദ ബുദ്ധിസം എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ടു അച്ചീവ് ദ അൾട്ടിമേറ്റ് വിസ്ഡം. സോ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല എന്ന് വിചാരിക്കൂ. ഈ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ ദെൻ ദ ആപ്റ്റ്, സോ ദെൻ ഇറ്റ് വിൽ ബി ദ ആൻസർ വിൽ ബി ടു ഡ്രോ ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ. ഓപ്ഷൻ സി ആയിരിക്കും. കാരണം ചീഫ് എയിം ഓഫ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് പേഴ്സണാലിറ്റിയാണ്. സോ നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അതിൽ ഫിസിക്കൽ ഉണ്ടാവാം, മെൻ്റൽ ഉണ്ട്, മോറൽ ഉണ്ട്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, എല്ലാത്തരം ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓൾവേസ് ട്രൈ ടു ചൂസ് ഏറ്റവും ആപ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, വിച്ച് മീൻസ് തിയറിയിൽ എന്താണോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ബുദ്ധിസത്തിനെ പറ്റി നമുക്ക് കുറച്ച് ഒരു ബേസിക്കായിട്ട് ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ജൈനിസം ഇൻക്ലൂഡ്സ്. ഓപ്ഷൻസ് ആർ അപരിഗ്രഹ, ഓപ്ഷൻ ബി Satyagraha, option C Graha, and option D Wisdom. Here the answer will be Aparigraha, which means ഈ 4 ഓപ്ഷനുകളിൽ which includes in the principle of Jainism എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് സി വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം. ജൈനിസത്തിൽ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അഹിംസ, സത്യ, അസത്യ, അപരിഗ്രഹ ആൻഡ് ബ്രഹ്മചര്യ. ഓക്കെ, so total 5. First one is ahimsa, that is non-violence. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, ഗാന്ധിജിയുടെ ഒരു സ്ട്രോങ് വെപ്പണായിരുന്നു അഹിംസ. നെക്സ്റ്റ് വൺ ഇസ് സത്യ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, സത്യം, ട്രൂത്ത്. നെക്സ്റ്റ് വൺ ഈസ് അസ്ത്യ, ദാറ്റ് ഈസ് നോൺ സ്റ്റീലിംഗ് ആൻഡ് നോട്ട് ടു റിസീവ് എനിത്തിങ് വിച്ച് വാസ് നോട്ട് വോളണ്ടറിലി ഗിവൻ. നമ്മൾ ഒരാൾക്ക് കൊടുക്കാതെ നമ്മൾ അവരുടെ നിന്ന് തട്ടിയെടുക്കുകയോ അല്ലാതെ അവർ കാണാതെ എടുക്കുകയോ ചെയ്യുന്നതിനാണ് അസ്ഥ്യ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ദി നെക്സ്റ്റ് വൺ ഇസ് അപരിഗ്രഹ, വിച്ച് വാസ് സെഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നോൺ പൊസിഷനാണ്. ദ ലാസ്റ്റ് വൺ ഇസ് ബ്രഹ്മചര്യ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രഹ്മചര്യം. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് ദ 5 പ്രിൻസിപ്പിൾസ്: അഹിംസ, സത്യ, അസ്ഥ്യ, അപരിഗ്രഹ ആൻഡ് ബ്രഹ്മചര്യ. I'll be putting a pic from Google, so please take a look. Okay, that's it. Moving to next question.
Next question. The function of souls is to help one another is the motto of. So here comes the next point. അതായത് നിങ്ങൾ ഈ ജൈനിസം, ബുദ്ധിസം, ഗാന്ധിസം, ഹ്യൂമാനിസം എന്ത് പഠിക്കുമ്പോഴും നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുക. ആ ബുക്കിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാമെന്ന്. അതുപോലെ ജൈനിസം എടുത്തിട്ട് 2 പേജ് വിടുക. ഓക്കെ, ജൈനിസത്തിൻ്റെ ടോപ്പിക് എഴുതിയിട്ട് 2 പേജ് വിടുക. അതുപോലെ ബുദ്ധിസം എഴുതുക, ഹെഡിങ് കൊടുക്കുക, 2 പേജ് വിടുക. അതുപോലെ തന്നെ ഗാന്ധിസം, അതുപോലെ തന്നെ ഹ്യൂമാനിസം എടുക്കുക. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റുകൾ കിട്ടും. സോ ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. ഫങ്ഷൻ ഓഫ് സോൾ ഇസ് ടു ഹെൽപ്പ് വൺ അനദർ ഇസ് ദ മോട്ടോ ഓഫ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോട്ടോ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പെർട്ടിക്കുലർ മോട്ടോ ആരുടെയാണെന്ന് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യണം. ഈ 4 പേരിൽ ഒരാളുടെ ആയിരിക്കുമല്ലോ ഈ മോട്ടോ. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും. ദെൻ ഗോ സെർച്ച് ഫോർ ദ അതർ 3 ഇപ്പോൾ ആൻസർ ജൈനിസം ആണെങ്കിൽ ദെൻ ഗോ സെർച്ച് ഫോർ ബുദ്ധിസം, ഗാന്ധിസം ആൻഡ് ഹ്യൂമാനിസം. ഈ 3 ടോപ്പിക്കിൻ്റെ മോട്ടോ എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ആ ഒരു ടെക്നിക്ക് മനസ്സിലായോ? സോ at last, after the question paper discussion, you people will be having a bunch of notes, a perfect notes for your exam. Okay, ഇതെല്ലാം ഒരു ബോണസ് ടിപ്പാണ്. പ്ലീസ് ഡു ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് ദെൻ വർക്ക് ഔട്ട് ആൻഡ് വർക്ക് ഹാർഡ്. ഓക്കെ, സോ നൗ അവർ ക്വസ്റ്റ്യൻസ് ആൻസർ വിൽ ബി. സോ ദ ആൻസർ ഇസ് ജൈനിസം. ഇവിടെ പറയുന്നത് ദ ഫങ്ഷൻ ഓഫ് സോൾ ഇസ് ടു ഹെൽപ്പ് വൺ അനദർ. ഒരു സോള് മറ്റൊരു സോളിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷനെയാണ് ജൈനിസം എന്ന് പറയുന്നത്. ആ ഒരു ജൈനിസത്തിൻ്റെ ഒരു മെയിനായിട്ടൊരു മോട്ടോ ആണ് ഇപ്പോൾ പറഞ്ഞത്. ദ ഫങ്ഷൻ ഓഫ് സോൾ ഇസ് ടു ഹെൽപ്പ് വൺ അനദർ. ഐ ഹോപ്പ് യു ഓൾ ഗെറ്റ് മൈ ടോപ്പിക്, റൈറ്റ്? ഓക്കെ, എനിക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം കൂടെ. ഈ ജൈനിസത്തിനെ പറ്റി നിങ്ങൾ ഒരു പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നതാണ് വിൽ ബി ദ ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ബുദ്ധിസത്തിനെ പറ്റി ഒന്ന് നോക്കാം. ബുദ്ധിസത്തിൻ്റെ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഡിസ്കസ് ചെയ്തു. വിസ്ഡത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. ഓക്കെ, ബുദ്ധയുടെ ഒരു ടീച്ചിങ്ങിനെ വിളിക്കുന്നതാണ് ധർമ്മ എന്ന്. Buddha's teaching are known as dharma. He taught that wisdom, kindness, patience, generosity and compassion were important virtues. നമ്മളുടെ ആ ഒരു പെരുമാറ്റം, ബാക്കിയുള്ളവരോടുള്ള ഒരു അപ്രോച്ച്, അതിനാണ് കൂടുതൽ ബുദ്ധിസം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇപ്പോൾ വിസ്ഡം, ഓക്കെ, കൈൻഡ്നെസ്, പേഷ്യൻനെസ്. കൈൻഡ്നെസ് എന്ന് വെച്ചാൽ കരുണ, പിന്നെ പേഷ്യൻനെസ് ക്ഷമ, ജനറോസിറ്റി എല്ലാവർക്കും കൊടുത്തു പഠിക്കുക, കമ്പാഷൻ ഇങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനി ആവുക, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വേർച്യൂസായിട്ട് ബുദ്ധ കരുതിയിരുന്നത്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലീവ് ബൈ 5 moral precepts which prohibits killing living things, taking what is not given. Okay, so അത് ജസ്റ്റ് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെഷൻ, ദാറ്റ് ഇസ് ഗാന്ധിസം. ഗാന്ധിസത്തിൻ്റെ 5 പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ട്രൂത്ത്, ദാറ്റ് ഈസ് സത്യ, നോൺ വയലൻസ് അഹിംസ, വെൽഫെയർ സർവോദയ ആൻഡ് peaceful satyagraha. Understood? So next let us discuss on Gandhism. Gandhism is having 4 fundamental principles that are truth, that is satya, non-violence, that is ahimsa, next one is welfare, that is sarvodaya, and last is peaceful protest, that is satyagraha. ഈ 4 പ്രിൻസിപ്പിൾസ് ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് യു പീപ്പിൾ നോ ദാറ്റ്, റൈറ്റ്? The next one is ഹ്യൂമാനിസം ഐഡിയയിൽ പറയുന്നത് എപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത് സയൻസിലാണ്. ഓക്കെ, ദ മെറ്റീരിയൽ യൂണിവേഴ്സ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് എക്സിസ്റ്റ്. നമ്മുടെ യൂണിവേഴ്സ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സയൻസിലാണ് ആകെയുള്ള റിലയബിളായിട്ടുള്ള സോഴ്സ് ഓഫ് നോളജ് അബൌട്ട് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും സയൻസിന് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഹ്യൂമാനിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, വി ഓൺലി ലീവ് ദിസ് ലൈഫ്, ദർ ഇസ് നോ ആഫ്റ്റർ ലൈഫ് ആൻഡ് നോ സച്ച് തിങ് ആസ് റീഇൻകാർനേഷൻ.
ഹ്യൂമൻ ബീങ്സ് ക്യാൻ ലീവ് എത്തിക്കൽ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്സ് വിത്തൗട്ട് റിലീജിയസ് ബിലീഫ്. അപ്പോൾ ഹ്യൂമാനിസത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് റിലീജിയസ് ബിലീഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ആകെ ഉള്ളത് സയൻസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ മനുഷ്യത്വമാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. എത്തിക്കലായിട്ട് ജീവിക്കുക, ഫുൾഫിൽ ചെയ്യുക, അവരുടെ ലൈഫിൽ ഉള്ള ഡ്രീംസ് അതെല്ലാം ഫുൾഫിൽ ചെയ്യുക. ജസ്റ്റ് ഫോക്കസിങ് ഒൺലി ഓൺ ഹ്യൂമൻ. ആ ഒരു പേരിൽ തന്നെ ഇല്ലേ ഹ്യൂമാനിസം, ആ ഒരു ഫിലോസഫിയിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ സയൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സയൻസിലാണ് റിലവൻ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് നോളജ് ഉള്ളത്. അണ്ടർസ്റ്റുഡ്? That's it. So let's move to the next question. I hope the last question is all clear to you, right? So ഇനി നമുക്ക് കുറച്ച് പോയിൻ്റ് ബൈ പോയിൻറ്റ്സ് ആയിട്ട്, നമ്മൾ ലാസ്റ്റ് ടൈം ഒരു 25 കീവേഡ് ടെക്നിക്കൊക്കെ പഠിച്ചില്ലേ, അതുപോലെ കുറച്ച് പോയിൻറ്റ്സ് ലെറ്റ്സ് ഡിസ്കസ്. ക്വസ്റ്റ്യൻസ് തന്നെയാണ് വിച്ച് വാസ് ഹെൽഡ് ഓൺ 29th September 2019. അത് ഞാൻ സിംഗിൾ ലൈനേഴ്സിലാക്കിയിട്ടുണ്ട് ഫോർ യുവർ ഈസി ആക്സസ്. ഓക്കെ, so let's check it out. The first point is education is the manifestation of perfection already in men. Who said this? Okay, the answer will be Swami Vivekananda. ഇത് റിലേറ്റ് ചെയ്യാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. അതായത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് മാത്രമാണ്, KKPP ആണ്, കിട്ടി പോയാൽ പോയി. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ. പെർഫെക്ഷനായിട്ടുള്ള ഒരു ആളെ ഒന്ന് മനസ്സിൽ നിങ്ങൾ വിചാരിക്കുക, അത് സ്വാമി വിവേകാനന്ദനാണെന്നൊന്ന് ചിന്തിക്കുക. മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി റിപ്പീറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ മാൻ. ഇപ്പം മിസ്റ്റർ പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്വാമി വിവേകാനന്ദനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് മൈൻഡിലൊന്ന് വയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്, അത് മതി. സോ എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറയുമ്പോൾ തന്നെ മിസ്റ്റർ പെർഫെക്റ്റ് ആരാ? സ്വാമി വിവേകാനന്ദ. ദാറ്റ്സ് ഇറ്റ്, ഈസി റൈറ്റ്? സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഇസ് നിമോണിക്. നിമോണിക് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. നിമോണിക് ഇസ് എ സ്ട്രാറ്റജി യൂസ് ടു എൻഹാൻസ്. എന്തിനാണ് നിമോണിക് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെമ്മറി. കണ്ടോ, നിമോണിക്കിൻ്റെ സ്പെല്ലിംഗ് തന്നെ നോക്ക്, MNE. ആ സ്റ്റാർട്ടിങ്ങിൽ M ആണുള്ളത്. നമ്മുടെ പ്രൊനൗൺസിയേഷൻ നിമോണിക് ആണെങ്കിൽ കൂടി സ്റ്റാർട്ടിങ്ങിൽ എഴുതുമ്പോൾ നമ്മൾ M ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതുപോലെ M ഫോർ മെമ്മറി, M ഫോർ ദാറ്റ് ഇസ് മെമ്മറി. ഓക്കെ, നിമോണിക് എന്ന് പറയുന്നത് നമുക്ക് ഓർത്തെടുക്കാൻ, ഇപ്പോൾ വിബ്ജിയോർ, ആ ഒരു റെയിൻബോ കളേഴ്സ് നമ്മൾ ഓർക്കുന്നത് എപ്പോഴും വിബ്ജിയോർ വെച്ചിട്ടാണ്, അതൊരു നിമോണിക്കാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് പോയിൻറ്റ്. ഇനി നമുക്ക് 4 ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കുറച്ച് മാച്ച് ദ ഫോളോയിങ് പോലെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. ഈവൻ ദോ ലെറ്റ് മീ ഹാവ് എ ക്വിക്ക് റിവിഷൻ. സോക്രറ്റ്സ് എപ്പോഴും ഫേമസ് ഫോർ ഡയലാക്റ്റിക് മെത്തേഡാണ്. ഓക്കെ, സോക്രറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡയലാക്റ്റിക് മെത്തേഡ് എപ്പോഴും മനസ്സിൽ ഓർക്കുക. SD, സോക്രറ്റ്സ് ഡയലാക്റ്റിക് മെത്തേഡ്. നെക്സ്റ്റ് വൺ എസ് ഗാന്ധിജിയുടെ ഇത് ആരും മറക്കരുത്, നൈ താലീം. എന്താണ് നൈ താലീം? ഓക്കെ, മോണ്ടെസ്റോയ്, അത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്തതാണ്. ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ആണ്. ഇപ്പോഴത്തെ ഒരു അബവ് 2 and 3 ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളെയും പാരൻസ് ഫസ്റ്റ് കൊണ്ടുപോയി ചേർക്കുന്നത് ഈ മോണ്ടെസ്റോയ് ടീച്ചിങ് എഡ്യൂക്കേഷൻ സെൻറ്ററിലാണ്. സോ ദ ചിൽഡ്രൻ വിൽ ബി ഹാവിങ് മോർ തിങ്കിങ് എബിലിറ്റി, കോഗ്നേറ്റീവ് എബിലിറ്റി നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് പാരൻസ് ആർ പ്രിഫറിങ് ഫോർ ജോയിനിങ് ദെയർ സ്റ്റുഡൻസ് ഇൻ മോണ്ടെസ്റോയ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫ്രൊബൽ. അതിന് നമ്മളൊരു ഈസി ട്രിക്ക് പറഞ്ഞു. അതായത് ഫ്രൊബൽ കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തു. കിൻഡർ ഗാർഡൻ നടത്തിക്കൊണ്ട് പോകുന്നത് ഫ്രൊബലാണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് ഇറ്റ് വിൽ ബി ഈസിയർ. മെൻ്റൽ ഏജ് ഇസ് ദ മെഷർ ഓഫ് ചൈൽഡ്സ്. മെൻ്റൽ ഏജ് എന്താണ്? അക്കോർഡിംഗ് ടു ആ ചൈൽഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് എ മെൻ്റൽ ഏജ്?
മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ എബിലിറ്റി. നമ്മളുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതാണ് ഈ മെൻ്റൽ ഏജ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ മെൻ്റൽ ഏജ് ഈസ് എ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദ ഇൻ്റലിജൻസ്. ഇറ്റ് ലുക്സ് അറ്റ് ഹൗ സ്പെസിഫിക് ഇൻഡിവിജ്വൽ അറ്റ് എ സ്പെസിഫിക് ഏജ്. ഇപ്പം നമ്മളുടെ ഒരു 6 ഇയേഴ്സിൽ നമ്മളുടെ ആ ഒരു മെൻ്റൽ ഏജ് എത്രയുണ്ടെന്ന് ഒരു ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് വഴിയായിരിക്കും അത് അവർ പ്രൂവ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം മേ ബി ചിലപ്പോൾ ഒരു 8 വയസ്സിൻ്റെ ഒരു ഇൻ്റലിജൻസ് ആയിരിക്കും കാണിക്കണേ, ഓർ മേ ബി 6 ഇയേഴ്സിൻ്റെ ഇൻ്റലിജൻസ് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ ന്യൂസസിലൊക്കെ കണ്ടിട്ടുണ്ട്, 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി B.Ed സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ IAS ട്രെയിനീസിന് ട്രെയിനിങ് കൊടുക്കുന്നു, കുറേ കേട്ടിട്ടില്ലേ? ദാറ്റ്സ് ഇറ്റ് ഈസ് എൻ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മെൻ്റൽ ഏജ്. കാരണം ആ കുട്ടികളുടെയൊക്കെ ഒരു ഇൻ്റലിജൻസ് എബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്നത് ഡബിൾ ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻ്റൽ ഏജ് എന്നാണ് നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരുന്നത്. സോ ഇറ്റ് വിൽ ബി വിതൗട്ട് നോ ഡൗട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ എബിലിറ്റി. I hope it's clear, right? With this note, we are coming to an end to this video and we'll be having next class tomorrow morning. Okay, let's see you all tomorrow.